ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീണ്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മനോരമ പത്രത്തിന്റെ എന്തെഴുതണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥ. മനോരമ പത്രത്തിന്റെ മൊത്തം പരസ്യമാണ്. നിലവിൽ പറയുകയാണ് പരസ്യങ്ങൾ തന്നെയേ ഉള്ളൂ ഈ പത്രത്തിനകത്ത്, മറ്റൊന്നും തന്നെ ഇല്ല. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. അതേ കാര്യം തന്നെ, അതിനേക്കാളും വളരെ രീതി മനുഷ്യനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ മനഃപൂർവ്വമായിട്ട് പറ്റിക്കുക, അവരെ ബോധവാന്മാരാക്കാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. ഈ പത്രത്തിന്റെ ഞാൻ ഇതിന്റെ ക്യാപ്ഷൻ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കൂടെ ഈ പത്രത്തിൽ ഇട്ടേന്ന് നോക്കുക, വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മൊഴി ഇടുന്നതായിരിക്കും. നിലവിൽ ഒരു ന്യൂസാണിത്. ഈ ന്യൂസിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി. നോട്ടേ വിട ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒരു ഫുൾ പേജാണ്. മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിന്റെ അടുത്ത്, ഫ്രണ്ട് പേജിന്റെ അത് മുകളിൽ മനോരമ, അതിന്റെ ബാക്കി ഡീറ്റെയിൽ, അവരുടെ എംബ്ലം, അവരുടെ എവിടെയൊക്കെ ഉണ്ട്, അവിടെ ബ്യൂറോ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് കൊടുക്കുന്നത് ഒരു ഫുൾ പേജിന്റെ അകത്തെ മെയിൻ ന്യൂസുകളിൽ ഒരെണ്ണമാണ്. അത് ആദ്യ പേജിൽ തന്നെ. ആദ്യ പേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ആദ്യ പേജ് ഫുൾ പരസ്യമാണ്. പരസ്യങ്ങളിലുള്ള ഈ പത്രത്തിന്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ 5 ഷീറ്റും പരസ്യമാണ്. 5 ഷീറ്റും പരസ്യമാണ്. എന്തിനീ പരസ്യം നമുക്ക് തരുന്നു എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നോട്ടേ വിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിജിറ്റൽ കറൻസി ഉള്ളതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും മനോരമ പത്രം വായിക്കുന്നത് 90%. 10% ബുദ്ധിജീവികൾ കാണുമായിരിക്കും, ഇവിടുത്തെ പ്രബുദ്ധരായ മാധ്യമ പ്രവർത്തകർ. എന്നിട്ട് പോലും പല മാധ്യമ പ്രവർത്തകരുടെയും ചാനലിൽ ചർച്ചയ്ക്ക് അതൊക്കെ തെറ്റിയിട്ടുണ്ട്. രാവിലെ വന്ന ന്യൂസ് വായിച്ച ആൾക്കാർക്ക് തെറ്റിയിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യനായ സ്ഥിതിക്ക് എല്ലാവർക്കും തെറ്റിപ്പറ്റാം. ഇങ്ങനെ ഒരു പരസ്യത്തിന്റെ ആവശ്യം ഇവർക്കുണ്ടോ? പരസ്യം എന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ള പരസ്യങ്ങൾ കൊടുക്കുക. ഏതോ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി, ഏതോ ഒരു സർവകലാശാലയ്ക്ക് വേണ്ടി അവർക്ക് വിണിയാളായിട്ട് ഇവർ ഇങ്ങനത്തെ നമ്മൾ വിശ്വസിക്കുന്ന പല ന്യൂസുകളും ഈ മനോരമ പത്രം കണ്ടിട്ടാണ് നമ്മൾ രാവിലെ വായിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഈ വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയ എല്ലാം വന്ന ശേഷം നമുക്ക് ശരിക്കും നാട്ടുവാർത്തകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാ ജില്ലാ തലത്തിലുള്ള പ്രാദേശിക വാർത്തയുടെ ആവശ്യമുള്ളൂ ഈ പത്രത്തിൽ നിന്ന് വരുന്നുള്ളൂ. കാലക്രമേണ ഇതും ഇല്ലാതെയാകും എന്നവർ ബോധവാന്മാരായോണ്ടാവായിരിക്കും ഇങ്ങനത്തെ വാർത്തകൾ കൊടുക്കുന്നത്. ഇത്ര അസത്യമായ വാർത്തകൾ കൊടുത്ത് പൊതുജനത്തെ കഴുതിയാക്കുക എന്നുള്ള ചിന്ത ഇവർ ഇത് മാറ്റി വെച്ചില്ലേ എന്നിവരും നന്നാകും. ഇത് ആര് പറഞ്ഞ് മനസ്സിലാക്കും? ഇവിടെ സ്വമേധ കേസെടുക്കാൻ കോടതികളുണ്ട്, പോലീസുകളുണ്ട്, അങ്ങനെ അധികാരപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരൊന്നും ഇവരോട് ചലിക്കുകയില്ല. അവരുടെ കാര്യത്തിലൊന്നും അവരെ പേടിച്ചിട്ട് ഒന്നും തന്നെ ചെയ്യുകയില്ല. അതല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് വാക്ക് പറഞ്ഞ ആൾക്കാർക്കൊക്കെ സ്വമേധ കേസെടുക്കാനും അതിനെപ്പറ്റിയുള്ള അറസ്റ്റാക്കാനൊക്കെ പറ്റും. ഇതിനൊരു വകുപ്പുണ്ടെന്ന് ഇവിടുത്തെ അഡ്വക്കേറ്റ്മാർക്കും ജഡ്ജിമാർക്കും ഒക്കെ അറിയാതിരിക്കാം. IPC 505 എന്നുള്ള നിയമപ്രകാരം ഇത് ശിക്ഷാർഹമായ കേസാണ്. തെറ്റായ വാർത്തകൾ കൊടുക്കുന്നത്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ശിക്ഷയാണെന്നുള്ള കാര്യം മാധ്യമ പ്രവർത്തകർക്കും അറിയാതിരിക്കാം. ആ പരസ്യം കൊടുത്ത കമ്പനിക്കും അറിയാം. അതായത് പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്കിന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഒരു ന്യൂസ് കൊടുക്കുന്നത്. ഈ ന്യൂസ് ഞാൻ ഇടുന്നതായിരിക്കും. ന്യൂസ് വായിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടണം. നമ്മൾ എന്തിന് ഇങ്ങനത്തെ പത്രങ്ങൾ വാങ്ങിക്കുന്നു? ഇത് ഞാൻ വായിച്ചുകൊണ്ട് പിന്നെയും പറയാണ്, ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാനിത് വായിക്കേണ്ട വന്നു. കാരണം വായിച്ച ശേഷം നമ്മൾ ഇതുപോലെ കബളിപ്പിക്കപ്പെടുകയും ഇത് യാതൊരു രീതിയിലും മനസാക്ഷിയോട് നിരക്കാത്ത മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു എന്നാ പറയാ വിഡ്ഢിയാക്കാണ്, പൊതുജനത്തെ വിഡ്ഢിയാക്കാണ്. അത് പൊതുജനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ. ഇന്ന് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ SBIയുടെയും ബാക്കിയുള്ള ബാങ്കുകളുടെ മുമ്പിൽ ഈ അവനവന്റെ കയ്യിരിക്കുന്ന പണം സാധാരണക്കാരാണെന്ന് കൊടുക്കുക. നമ്മൾ ഈ വായിക്കുന്ന നല്ല ശതമാനം മലയാളം മാത്രം വായിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാമല്ലോ. ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന ആൾക്കാരല്ല ഇവിടെ കൂടുതലും. മനോരമ പത്രവും മാതൃഭൂമി പത്രവും മറ്റുള്ള പത്രങ്ങളും വാങ്ങിയ സാധാരണ ജനങ്ങളാണ്, സാധാരണക്കാരാണ്. ഈ 9 രൂപ കൊടുത്തിട്ട് ഈ കാണാവുന്ന പരസ്യം മുഴുവൻ വാങ്ങിച്ച് കൂട്ടുന്നത്. അതായത് 5 ഷീറ്റിനകത്ത് ഫുൾ പരസ്യമാണ് ഇന്നത്തെ ദിവസത്തെ പത്രത്തിനകത്ത്. ഇത് കൂടാതെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ശരിക്കും പകൽ കൊള്ളയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ഇത്രയും ബോധമില്ല. ഇവർക്ക് ഈ ഡെസ്കിന് അവർക്ക് അറിയത്തില്ലേ? ഈ മനോരമയുടെ ആണെങ്കിലും മംഗളത്തിന്റെ മാതൃഭൂമിയുടെ ഒക്കെ ഡെസ്കിന് അറിയില്ലേ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടും. അവര് അതറിയാതെ തന്നെ പലപ്പോഴും ബാങ്കിൽ ചെല്ലുകയും അവർ ശരിക്കും ടെൻഷനാകും. നമ്മളൊരു നോട്ട് നിരോധനം അനുഭവിച്ച മനുഷ്യരാണ്, വീണ്ടും നോട്ട് നിരോധനം വരുന്നു, ഡിജിറ്റൽ കറൻസി ആകുന്നു എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരൊന്ന് അതെല്ലാം പത്രത്തിന് ഫുൾ പേജ് എല്ലാവരും വായിക്കണം മാത്രമല്ല, 2ാം പേജിൻ്റെ അകത്ത് കൊടുത്ത്, അതായത് ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞ പേജിൻ്റെ അകത്ത് അവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാര്യമാണ് ചെയ്തത്. ഇന്ന് 24 എന്നുള്ള ഡേറ്റ് കൊടുത്ത സ്ഥാനത്ത് 24 2050 വർഷം കൊടുത്തു. ഓർത്തുകൊള്ളുക, ഈ 2025 പകരമായിട്ട് അവർ മാറ്റിയേക്കുന്ന ഒരു കണ്ടിങ്ങാണ് 2050 പത്രമായിട്ട് കാണിച്ചവര്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധാരണക്കാരനെ കൂടെ പറ്റുമോ? സാധാരണക്കാരൻ ന്യൂസ് വായിക്കുന്ന സത്യസന്ധമായ ന്യൂസാണ്. ഇവർ സത്യങ്ങൾ മാത്രം എഴുതുന്നതും ഏറ്റവും കൂടുതൽ പ്രചാരണമുള്ള പത്രമാണെന്ന് അവകാശപ്പെടുന്ന പത്രങ്ങളൊക്കെ ഇതുപോലെ കബളിപ്പിക്കുന്ന പരസ്യങ്ങൾ തന്ന് ജനങ്ങളിലോട്ട് എങ്ങനെയാണ് അവർ ആഴത്തിൽ എത്തുന്നത് മനസ്സിലാകുന്നില്ല. ഇവരെ തീർച്ചയായിട്ടും നമ്മളിത് ഈ പൂർണ്ണമായിട്ട് ഈ പത്രങ്ങൾ ഉപേക്ഷിക്കേണ്ട കാലം അടുത്തിരിക്കുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക.
എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ആ കൂടെ തന്നെ ഇതിന്റെ നിയമവശങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ ആ കൂടെ ഇടുന്നതായിരിക്കും. ഈ നിയമവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നതും പോലീസിൽ ബന്ധപ്പെട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുള്ള നമ്പരോടെ ഇതിൻ്റെ അകത്തിടാം. എനിക്ക് അത്രയും നിയമപരമായ കാര്യങ്ങൾ അറിയില്ല. നിങ്ങൾ നിയമപരമായി അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് പ്രതികരിക്കുകയും ഇതിന് വേണ്ട കാര്യം നടപടികൾ ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.